ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 30 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 31-ാമത്തെ ശ്ലോകം നോക്കാം. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്ത പ്രണശ്യതി. ക്ഷിപ്രം വേഗത്തിൽ, ധർമാത്മാ ഭവതി ധർമ്മനിഷ്ഠനായി ഭവിക്കുന്നു, ശശ്വത് ശാന്തിം ശാശ്വതമായ ശാന്തിയെ നിഗച്ഛതി പ്രാപിക്കുന്നു. കൗന്ദേയ, ഹേ കുന്തിപുത്ര, പ്രതിജാനീഹി നീ നന്നായി അറിഞ്ഞുകൊള്ളുക. മേ ഭക്ത എൻ്റെ ഭക്തൻ ന പ്രണശ്യതി ഒരിക്കലും നാശത്തിലേക്ക് പതിക്കുകയില്ല. ഭഗവാനെ ആശ്രയിക്കുന്ന ഒരുവൻ്റെ കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അവൻ എത്ര ദുരാത്മാവായി ആയിരുന്നു കൊള്ളട്ടെ, അവൻ അതിൽ പശ്ചാത്തപിച്ച് ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ പിന്നെ അവൻ ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാനെ ആശ്രയിക്കുന്നവനാണ്. അങ്ങനെ എന്നെ ആശ്രയിക്കുന്നവൻ വേഗത്തിൽ ധർമ്മനിഷ്ഠനായി ഭവിക്കുന്നു. അവൻ എത്രമാത്രം അധർമ്മിയായാലും അധാർമികമായ ജീവിതം നയിച്ചവനായാലും അവൻ എന്നെ ആശ്രയിക്കുന്നതോടുകൂടി വേഗത്തിൽ ധർമ്മനിഷ്ഠനായി ഭവിക്കുന്നു. അങ്ങനെ ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. അല്ലയോ കുന്തിപുത്ര, നീ നന്നായി അറിഞ്ഞുകൊള്ളുക ഒരു കാര്യം. എന്താണ്? എൻ്റെ ഭക്തൻ ഒരിക്കലും നാശത്തിലേക്ക് പോകില്ല. എന്നെ ആശ്രയിക്കുന്ന ഒരുവനും ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. ഇതാണ് ഈ ശ്ലോകം. ഒരുവൻ എത്ര ദുരാത്മാവായ ജീവിതം നയിച്ച വ്യക്തി ആയിക്കൊള്ളട്ടെ, അധാർമികമായ വഴിയിൽ ജീവിച്ചവനായിക്കൊള്ളട്ടെ, അവൻ എൻ്റെ ഭക്തനാകുന്നതോടെ, അഥവാ ഈശ്വരനിലേക്ക് തിരിയുന്നതോടുകൂടി, അഥവാ ഈശ്വരനെ ആശ്രയിക്കുന്നതോടെ വളരെ വേഗത്തിൽ ധർമ്മനിഷ്ഠനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. അർജുന, നീ നന്നായി അറിഞ്ഞുകൊള്ളുക, എൻ്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. അവനൊരിക്കലും നാശം സംഭവിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല, ഞാനതിനിടവരുത്തുകയില്ല. ഭഗവാന്റെ വാക്കാണത്. ഇവിടെ നമുക്കൊരു സംശയമുണ്ടാവാം. ദുഷ്കർമ്മിയായ ഒരാൾക്ക് ഭഗവത് കൃപ എങ്ങനെയാണ് ലഭിക്കുക? അതിനുത്തരമാണ് ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നതോടെ എന്നത്. അപ്രകാരം ശരണം പ്രാപിക്കാൻ അയാൾക്ക് തോന്നണമെങ്കിൽ അയാളിൽ നന്മയുണ്ടാകണം. അയാൾ സ്വതവേ അധർമ്മിയാകാൻ ഇടയില്ല. ചില സാഹചര്യങ്ങൾ അയാളെ അപ്രകാരമാക്കിയതാകാം. അതിൽ പശ്ചാത്തപിച്ച് ഭഗവാനിൽ അഭയം തേടുന്നതോടെ അയാൾ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ഭക്തനും ധർമ്മിഷ്ഠനും ആയിത്തീരുന്നു. അങ്ങനെ ഭഗവത് പ്രീതിക്കും ശാശ്വത ശാന്തിക്കും അർഹനായിത്തീരുന്നു. അതുതന്നെയാണ് നമ്മൾ രത്നാകരൻ എന്ന കൊള്ളക്കാരൻ ആ മനം മാറ്റം വന്നതോടുകൂടി വാൽമീകി മഹർഷിയായി മാറുന്ന രംഗം നമ്മൾ കണ്ടത്. അപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വേഗതയോടെ ആ പാതയിലേക്ക് വരുവാൻ ഇത്തരം മനംമാറ്റം സംഭവിച്ചവർക്ക് സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവത് സേവനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്തൻ്റെ
ഹൃദയത്തിലെ മാലിന്യങ്ങൾ, ദൂഷ്യങ്ങൾ, കൽമഷങ്ങളെല്ലാം നീങ്ങുന്നു. പാപമാലിന്യങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു. അവനെ പരിശുദ്ധനാക്കുന്നു. ഈശ്വര സാമീപ്യം. ഭഗവാൻ തൻ്റെ ഭക്തനെ ഒരിക്കലും കൈവിടുകയില്ല. അവനൊരു ദോഷവും സംഭവിക്കുവാൻ ഭഗവാൻ അവസരം കൊടുക്കുകയില്ല. തൻ്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുകയില്ല എന്ന് ഭഗവാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ചിലപ്പോൾ ചില ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും. അത് നമ്മളെ ഒന്ന് വളയ്ക്കുന്നതായി നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലും നമ്മളെ ഒടിയാൻ സമ്മതിക്കില്ല ഭഗവാൻ. നമ്മളെ വളയ്ക്കും, അല്ലാതെ നമ്മളെ വലയ്ക്കും, ബുദ്ധിമുട്ടിക്കും. പക്ഷേ നമ്മൾ ആ പാദങ്ങളെ കൈവിടാതെ മുന്നോട്ട് പോയാൽ ഒരിക്കലും നമ്മളെ ഒടിയാൻ ഭഗവാൻ സമ്മതിക്കില്ല. നമ്മളെ ഒടിച്ചു കളയുകയില്ല, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയില്ല. ആ വളയ്ക്കലെല്ലാം ഒരു ചെറിയ പരീക്ഷണങ്ങൾ മാത്രമായിരിക്കും. ഒരിക്കലും ഭഗവാൻ തൻ്റെ ഭക്തനെ ഉപേക്ഷിക്കുകയില്ല. അവനെ തീരെ നശിച്ചു പോകാൻ അനുവദിക്കുകയില്ല. ഏതവസ്ഥയിലും ഭഗവാൻ തൻ്റെ ഭക്തനെ കാത്തുരക്ഷിക്കും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അതിന് വേണ്ടതെന്താണ്? ഈ ഭഗവാനെ ആശ്രയിക്കുക, ശരണാഗതി പ്രാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളാണ് ഭക്തൻ എന്ന് പറയുന്നത്. അവനെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.